ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന. ട്രാൻസ്ഫർ റൗണ്ടപ്പിൻ്റെ 13ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഫുട്ബോൾ ലോകത്തെ പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ വാർത്തകളും റൂമറുകളും നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൻ്റെ ഡെഡ്ലൈൻ ഡേയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് എന്നതുകൂടി എടുത്തു പറയേണ്ട കാര്യമാണ്. ഒരുപാട് ട്രാൻസ്ഫറുകൾ ഇനിയും ഇന്നത്തോടു കൂടി നടക്കാൻ സാധ്യതയുണ്ട്. കേവലം ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമാണ് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യാൻ ഇനി അവശേഷിക്കുന്നത്. ഏതായാലും ഇന്ന് 15 താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നമ്മൾ പങ്കുവെക്കുന്നത്. ഒന്നാമത്തെ താരം മാർക്കസ് റാഷ്ഫോർഡാണ്. താരത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരമായ ഇദ്ദേഹത്തെ ആസ്റ്റൺ വില്ലയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ലോൺ അടിസ്ഥാനത്തിലാണ് വില്ല മാർക്കസ് റാഷ്ഫോർഡിനെ കൊണ്ടുവന്നിട്ടുള്ളത്. 40 മില്യൺ പൗണ്ട് നൽകിയാൽ റാഷ്ഫോർഡിനെ സ്ഥിരമായി നിലനിർത്താനുള്ള ഒരു ഓപ്ഷനും ഇപ്പോൾ ആസ്റ്റൺ വില്ലയ്ക്ക് ലഭ്യമാണ്. ഇനി രണ്ടാമത്തെ താരം ചുക്വുമേക്കയാണ്. ചെൽസി താരമായ ഇദ്ദേഹം ലോൺ അടിസ്ഥാനത്തിൽ ബൊറൂസിയ ഡോർട്ട്മുണ്ടിലേക്ക് പോവുകയാണ്. സാലറി മുഴുവനും ഈ ഒരു ജർമ്മൻ ക്ലബ്ബ് തന്നെയാണ് വഹിക്കുക. മൂന്നാമത്തെ താരം പീറ്റർ സൂസിച്ചാണ്. ഡൈനാമോ സാഗ്രെബിന്റെ ഈ മധ്യനിര താരത്തെ ഇന്റർ മിലാൻ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട്. നാലാമത്തെ താരം മറ്റാരുമല്ല, സെർജിയോ റാമോസ് ആണ്. 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു പുതിയ ക്ലബിനെ കണ്ടെത്താൻ സെർജിയോ റാമോസിന് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. മെക്സിക്കൻ ക്ലബ്ബായ റയാഡോസ് ആണ് താരത്തെ സ്വന്തമാക്കിയിട്ടുള്ളത്. അഞ്ചാമത്തെ താരം ബെൻ ചിൽവലാണ്. ചെൽസി താരമായ ഇദ്ദേഹം ക്രിസ്റ്റൽ പാലസിലേക്ക് പോവുകയാണ്. 6 മാസത്തെ ലോൺ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ക്ലബ്ബ് വിടുന്നത്. ആറാമത്തെ താരം എക്സൽ ഡിസാസി. ഈ ചെൽസി താരത്തെ ടോട്ടൻഹാം സ്വന്തമാക്കുകയാണ്. ലോൺ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ക്ലബ്ബ് വിടുന്നത്. ഏഴാമത്തെ താരം ലോയിഡ് കെല്ലിയാണ്. ന്യൂകാസിൽ യുണൈറ്റഡ് താരമായ ഇദ്ദേഹത്തെ യുവന്റസ് ആണ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. എട്ടാമത്തെ താരം ഇവാൻ ഫെർഗൂസൻ. ബ്രൈറ്റൺ താരമായ ഇദ്ദേഹത്തെ വെസ്റ്റ് ഹാം യുണൈറ്റഡ് സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഒൻപതാമത്തെ താരം കീറൻ ട്രിപ്പിയർ ആണ്. ന്യൂകാസിൽ യുണൈറ്റഡ് താരമായ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി തുർക്കിഷ് ക്ലബ്ബായ ഗലാറ്റസറ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ട്രിപ്പിയറെ ന്യൂകാസിൽ യുണൈറ്റഡ് കൈവിടുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. പത്താമത്തെ താരം മാത്യൂസ് കുഞ്ഞയാണ്. ഈ ബ്രസീലിയൻ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി പല ക്ലബ്ബുകളും ശ്രമിച്ചിരുന്നു. എന്നാൽ ഇതിനിടയിൽ വോൾവ്സ് നൈസായിട്ട് അദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റ് ഒന്ന് പുതുക്കിയിട്ടുണ്ട്. 2029 വരെയുള്ള പുതിയ കോൺട്രാക്റ്റിൽ കുഞ്ഞ ഇപ്പോൾ ഒപ്പുവെച്ച് കഴിഞ്ഞു. ഇനി 11ാമത്തെ താരം മാർക്കോ അസെൻസിയോയാണ്. ഈ PSG താരത്തെ സ്വന്തമാക്കാൻ ആസ്റ്റൺ വില്ലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ലോൺ അടിസ്ഥാനത്തിലാണ് അസെൻസിയോയെ ആസ്റ്റൺ വില്ല ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. 12ാമത്തെ താരം മത്യാസ് ടെല്ലാണ്. ഈ താരത്തെ സ്വന്തമാക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ആഴ്സണലും ഒരുപോലെ ശ്രമിക്കുന്നുണ്ട്. ഇന്നത്തോടുകൂടി ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 13ാമത്തെ താരം ഫാബിയോ കാർവാൽഹോയാണ്. നിലവിൽ ബ്രെൻഫോർഡിന് വേണ്ടിയാണ് കാർവാൽഹോ കളിച്ചുകൊണ്ടിരിക്കുന്നത്. താരത്തെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ശ്രമം ലിയോൺ നടത്തിയിരുന്നു, പക്ഷെ അത് ബ്രെൻഫോർഡ് നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 14ാമത്തെ താരം റോഡ്രിഗോ ഗോസ് ആണ്. റോഡ്രിഗോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ഈ ബ്രസീലിയൻ സൂപ്പർ താരത്തെ സ്വന്തമാക്കാൻ അൽ ഹിലാൽ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല, 300 മില്യൺ യൂറോയുടെ ഒരു ഓഫർ അവർ റയലിന് നൽകി എന്നുള്ള റൂമർ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഫിഷാജസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭ്യമാവേണ്ടതുണ്ട്. 15ാമത്തെ താരം റഫേൽ ലിയാവോയാണ്. അൽ നസർ ഈ പോർച്ചുഗീസ് താരത്തെ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. AC മിലാന് 100 മില്യൺ യൂറോയുടെ ഒരു ഓഫർ അൽ നസർ നൽകിയിരുന്നു, പക്ഷേ അത് AC മിലാൻ നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ലിയാവോയെ കൈവിടാൻ ഇപ്പോൾ AC മിലാൻ ഒരുക്കമല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇനിയും ഒരുപാട് ട്രാൻസ്ഫർ വാർത്തകൾ ഇപ്പോൾ ഫുട്ബോൾ ലോകത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് അതൊക്കെ പങ്കുവെച്ചുകൊണ്ട് വീണ്ടും കാണാം.